ഹായ് ഫ്രണ്ട്സ്, ആനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് മോൻ്റെ ഒപ്പം. അവന് ഇൻറ്റേൺഷിപ്പിന് ആയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവൻ്റെ കോളേജിൽ നിന്ന് പാരൻസ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾക്ക് കുറച്ച് നേരത്തെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത്. അതുകൊണ്ട് കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു. വന്ദേ മാതരം പോണ സമയത്ത് ഞാനൊരു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞങ്ങൾ വീണ്ടും അവിടെ കാത്തിരിക്കുകയാണ്. ബാംഗ്ലൂർ എക്സ്പ്രസ് 9:45 9:30 ആകുമ്പോൾ വരുള്ളൂ. ഞങ്ങളിപ്പോൾ ഒരു 8:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് അവിടെ ഇരിക്കുന്നത്. മോൻ്റെ കോളേജാണ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. തലേദിവസം പിങ്കിയുടെ വീട്ടിലായിരുന്നു. രാവിലെ ആയപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് വന്നു. പ്രിൻസിപ്പാളിനെയും മാഡത്തിനെയൊക്കെ കാണാനായിട്ട്, ടീച്ചർമാരെയും സാറിനെയൊക്കെ കാണാനായിട്ട്, സംസാരിക്കാനും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണാനായിട്ട്, അവരുടെ ക്ലാസ് റൂമാണ് ഇതൊക്കെ. ആ ക്ലാസ് റൂമൊക്കെ ഒന്ന് അമ്മേനെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനതൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് കലാപരമായിട്ട് കഴിവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വളരെ നല്ല ഒരു കോളേജാണ്. കോളേജിൻ്റെ മുറ്റമാണ് കാണുന്നത്. അറീന കോളേജ്. പിന്നെ ഞാൻ അവിടെ കുറച്ച് ഫാബ്രിക് കടകളുടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല നല്ല ഡ്രസ്സുകളൊക്കെ അവിടെ ധാരാളമായിട്ട് കിട്ടും. അധികം വിലയുമില്ല. അതേപോലെ തന്നെ ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ അവർ വലിയ വിലയൊക്കെ പറയും. നമ്മളത് വില കുറച്ച് പറഞ്ഞിട്ട് വാങ്ങണം. അപ്പോൾ നമ്മൾക്ക് പേരക്കയൊക്കെ മുറിച്ച് തരും. ഒരു മുളകും ഒക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിച്ച് നോക്കി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഞാൻ ഉടനെ തന്നെ മടങ്ങി പോരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ജോലിയുടെ ലെറ്റർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം പോരുകയാണ്. ഒരു ദിവസം പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അന്ന് വൈകുന്നേരം തന്നെ പോന്നു. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഏകദേശം 3 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ നടന്നു വന്നപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ചായയുടെ സമയമായിരുന്നു. എങ്കിലും വെജിറ്റബിൾ പുലാവ് കഴിച്ചു. അതിന് ശേഷം ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ചായയൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയത്. എനിക്ക് വീണ്ടും വീണ്ടും കുടിക്കണമെന്നൊക്കെ തോന്നി. പിന്നെ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കുടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പിങ്കിയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഞാൻ തിരിച്ച് കൊടുങ്ങല്ലൂർക്ക്, നമ്മുടെ ആലുവയിലേക്ക് ബസ്സിനാണ് ഞാൻ വരുന്നത്. ബസ് കയറാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സിറ്റർ ബസ്സാണ്. ഞാൻ AC ആണ്. പിന്നെ സ്ലീപ്പറും ഉണ്ട് അതിന്. അങ്ങനെയുള്ളൊരു ബസ്സായിരുന്നു. ഇതിപ്പം ഞങ്ങൾ കാറിന് ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ജുവലും എൻ്റെ കൂടെ ബസ് കയറ്റാനായിട്ട് വന്നിരുന്നു. അവൻ്റെ കോളേജെല്ലാം അതുപോലെ താമസിക്കുന്ന PG ഒക്കെ കാണാനായിട്ട് സാധിച്ചു. എനിക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയമായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളുടെ തിരക്കായിരുന്നു. കാണാൻ വളരെ മനോഹരമായിരുന്നു. ലൈറ്റുകളും എല്ലാം കൂടെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഞാൻ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന്. ടീഷർട്ടും അതുപോലെ ഉള്ള ജുവലിന് ടീഷർട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തു.
കഴിഞ്ഞ് ഞാനൊരു ഇയർഫോൺ വാങ്ങിച്ചു. ഒരു ദിവസം മാത്രമാണ് അവിടെ ചെന്നിട്ട് പിന്നെ എനിക്ക് പോരേണ്ടി വന്നതുകൊണ്ട് അധികം ചുറ്റിക്കറങ്ങാനൊന്നും സാധിച്ചില്ല. അതാണ് ജുവലിൻ്റെ PG. കുട്ടികളൊക്കെ എവിടെ താമസിക്കുന്ന കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയമായിരുന്നു. ഉണ്ടോ അവരൊക്കെ പാത്രവും കൊണ്ട് വന്നിട്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് പോകും. പിന്നെ ഞങ്ങളവിടെ നിന്ന് ഒരു കടയിൽ കയറി ചായ കുടിച്ചു. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ബ്രെഡ് കഴിച്ചിട്ടാണ് ഗുളികയൊക്കെ ഷുഗറിൻ്റെ ഗുളിക കഴിച്ച് ഞാൻ ബസ്സിലേക്ക് കയറിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.